പ്രസിഡന്റിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഭീഷണി മുഴക്കിയ ഒരാൾ പ്രസിഡന്റ് വരുന്ന സംസ്ഥാനത്തുണ്ടെങ്കിൽ അയാളെ കരുതൽ തടങ്കലിൽ വെക്കണം. അതാണ് നിയമം. ഇയാൾ ആ ലിസ്റ്റ് കയറി കൂടി. കൺഗ്രാജുലേഷൻ. പേടിക്കാനൊന്നുമില്ല. ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്. സമാധാനായി. എല്ലാം മാന്യന്മാരാണ്. ഒരു നല്ല ബീഡി വലിക്കാൻ ചായ കുടിക്കാൻ കാശ് തേടി അലഞ്ഞപ്പോ എന്നുടെ മുമ്പിൽ വന്നൊരു പുന്നാരിയേ. ഒരു നല്ല ചായക്കായി പൈസ തരാണ്ട് പോകരുതേ, അകലത്തുനിന്നും വന്നൊരു പുന്നാരിയേ. ഇവനാണ്ട മുതല് ഇവൻ തന്നെ. ഇവനെവിടെങ്കടാ? സ്ഥലം മാറ്റാ 6-ാം നമ്പറിൽ. അത് ബാലന്റെ സെല്ലല്ലേ? ബെസ്റ്റി നല്ല കൂട്ടായാലോ. അളിയാ എന്നാ പൊയ്ക്കോളി. ആരാ ഈ ബാലൻ? റിമൈൻഡ് കഴിയുന്ന കൊട്ടും കൊലപ്പുള്ളിയാണ്. ഒരു കൊലയല്ല, ഒറ്റയടിക്ക് 19 പേരെ കൊന്നവനാണ് അവൻ. പെർഫെക്റ്റ്. ഓക്കെ, ഒരു 1.5 സാധനം. മച്ചാൻ പോ. മച്ചാൻ പോ മച്ചാനെ. ചെല്ലി. നല്ല കാര്യത്തിനല്ലേ. ബാലനിനെ പച്ചക്ക് തിന്നും. സത്യ ചെരുപ്പൂരിട്ട് ഐശ്വര്യന്റെ അകത്തേക്ക് കഥ കഴിഞ്ഞു മോനെ. മതി പോയോ പോയി. പോയി. എന്താണ് ഇവിടെ അകത്തേറുന്നില്ലേ? സാറേ, എന്റെ കൂടെ ഒന്ന് അകത്തേക്ക് വരുമോ? പിന്നെ നിന്റെ കല്യാണമാണല്ലോ, കേറിപ്പോടാത്ത്. കേറിപ്പോവാൻ. നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980 പ്രകാരം ഡീറ്റെയിൻ പേഴ്സണ് ബെയിൽ കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. ഇനി ബെയിൽ കിട്ടിയെന്നിരിക്കട്ടെ, എന്നാലും കാര്യമൊന്നുമില്ല. NSA ആക്ട് വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എനിക്ക് ആളൊന്ന് കാണാനെങ്കിലും പറ്റൂ? കാണാനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം, പക്ഷെ പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൾ കൊടുക്കാൻ വസ്ത്രങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ശരി. ഉറങ്ങണല്ലേ? കിടന്നുറങ്ങടാ. ഉറങ്ങി കിടക്കുന്നവരെ ഞാൻ കൊല്ലാറില്ല. താങ്ക് യു.
നമ്മൾ ചെല്ലുമ്പോഴേക്കും തീരുമാവോ? തീർന്നെങ്ങാനും പോയാൽ നിന്നെ കൊന്നോളാൻ വന്നി. ആ വിനീഷ്, അല്ലല്ലോ, ഈ പുറപ്പെട്ടല്ലേ? ചോറിനും ചായക്കും മാത്രമേ പുറത്തു വരൂ. എവിടെയാ നീ പോകുന്നത്? നമ്മൾ ചോറും അങ്ങനെയല്ലേ നിക്കണത്, സാൻഡ്വിച്ച് ഉണ്ടാക്കാനല്ലല്ലോ. നന്നായിട്ടിട്ടുള്ളൂ. പുതിയ ആളാണല്ലേ? അതെ. പിന്നെ പോയി നിൽക്ക്. എന്റെ പൊന്നേട്ടത് 3ാമത്തെ റൗണ്ടാണ്. 2 പ്രാവശ്യം എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തണത്. സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കണം. പോടാ പോടാ, വാങ്ങിച്ചിട്ട് പോടാ. നീ ഇപ്പൊ വാങ്ങിക്കുവേ. ഒപ്പോ ഞാൻ ഫ്രണ്ടിന്ന് പറഞ്ഞല്ല ഏട്ടാ, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറില്ലാത്ത ആൾക്കാർ. താൻ എന്തേ കാണിക്കുന്നത്? ആ അടുത്ത്. ആഹാ, നിങ്ങൾ ആരും കാണുന്നില്ലേ? ഒരാൾ ക്യൂ നിൽക്കാതെ ചോറ് വാങ്ങാൻ പോകുന്നത് ബാലനാണ്. പറഞ്ഞു കൊടുത്തല്ലേ കൊല്ലിക്കാനായിട്ട്. ബാലേട്ടൻ ഇന്നലെ ചോറ് കുറച്ച് വേവ് കുറവുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം ചോറ് വേണ്ട പോലും വേവിച്ചിനി. കഷ്ണം വേണ്ടിയോലുണ്ട്. കുറച്ചും കൂടി സാമ്പാർ കൊടുക്കണം. സാമ്പാർ സാമ്പാർ. കടല കടല. കരിങ്കാലി കരിങ്കാലി വെള്ളം. ഒന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. എന്തിനു വേണ്ടാത്ത പണിക്ക് പോയിനി? കേട്ടോ ബാലേട്ടാ, അല്ല മനസ്സിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു ഈ ഒരു കൊലപാതകി എന്നൊക്കെ പറഞ്ഞാലേ ആളുകൾ അത് ഇതൊക്കെ പറയെങ്കിലും ദേ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ. ആന്ന് നല്ല ധൈര്യമുള്ള ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരാളെ കൊല്ലണമെങ്കിൽ അത് ചാവേണ്ട ആൾ തന്നെ ആയിരിക്കുള്ളൂ. ഇതിപ്പോ ഒറ്റയടിക്ക് 50 പേരെന്നൊക്കെ പറഞ്ഞ് എന്റെ ബാലേട്ടാ നിങ്ങളും എന്തൊരു കഷ്ടായി പോയി. വേണ്ടായിരുന്നു. ഇനി എപ്പോഴാണാവോ അടുത്ത ഭക്ഷണം? ഇനി കുറെ കഴിയണം. അല്ല ശരിക്കും പറഞ്ഞാണോ ഒരു പിടി കഴിച്ചില്ല? അതെ, ബാലനോട് വല്ലാണ്ട് അടുക്കുന്ന സൂക്ഷിച്ചു വേണം. പിന്നെ അടുത്തു നിൽക്കുന്നവരെല്ലാം കൊന്നിട്ടേലും അവൻ സ്വന്തം ഭാര്യ വരെ കൊന്നവരുടെ കൂട്ടത്തുണ്ട്. അറിയോ എനിക്ക്? ആ മോനെ, ഓ ആ ബാലന്റെ സെല്ലേ ഒറ്റയ്ക്ക് എടുക്കാൻ പേടിണ്ടെങ്കിൽ സൂപ്പറിനോട് പോയി പറഞ്ഞാൽ മതി. ആൾ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കെടുക്കാം. അല്ലടാ? അത് പറഞ്ഞോളൂ. ഇപ്പോഴൊരു സമാധാനമായത്. ഞാൻ എന്തായാലും സൂപ്രണ്ട് ഒന്ന് കാണട്ടെ. ശരി. ഇത്രയും നല്ല ആളുകൾ എന്തിനാണോ ജയിലിലിട്ടേക്കണത്? സാറേ, ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ട റൂംമേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള സൗകര്യം തൽക്കാലം ഇല്ല. സംഭവിക്കാൻ ഞാൻ നോക്കട്ടെ. ഞാൻ സാറിനോട് ഇതിനകത്ത് ആള് വേണമെന്ന് പറഞ്ഞപ്പോ 1-2 പേരെ പ്രതീക്ഷിച്ചുള്ളൂ. എന്നിട്ട് ഇപ്പത്തെ 5 കുട്ടികൾ വന്നിരിക്കുക. നിങ്ങൾ ഈ ഗുണ്ടകളുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലേ. താനധികം സംസാരിക്കണ്ട, അത് എനിക്ക് അപകടം ചെയ്യും. ശരിയാണ്, വളരെ സത്യമാണ്. എന്റെ നാവുപഴ കുഴപ്പമാണെന്നേ. അവിടെ കണ്ടടച്ചിരുന്നോ? ഹൈ, എനിക്ക് ഉറക്കം വരുന്നൊന്നുമില്ല. നമുക്ക് മീറ്റിംഗ് പറഞ്ഞിരിക്കാന്ന്. കിടക്കടവിടെ. ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് സംസാരിക്കരുത് കേട്ടോ. ഭീഷണിപ്പെടുത്തിയ നീ എന്ത് ചെയ്യണം? എന്നോട് നോർമലായിട്ട് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ അനുസരിക്കും. ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ കണ്ണടച്ച് കിടന്നു. നിങ്ങൾ എന്തേ കാണിക്കണേ? മിണ്ടി എന്നിട്ട് കണ്ണു കുത്തി പിടിച്ചാണ് ഞാൻ.
ബാല എന്ത് പറ്റിയതാ? ഇത് വീണതൊന്നുമല്ല. വീണതാ സാറേ. ഇത്രയും വലിയ പരിക്ക് പറ്റാൻ നീ എവിടെ നിന്നാ വീണത്? ജയിലിൽ കടന്നു നോക്കി? ജയിലാടിയിട്ട് അവിടെ പോകാനാ സാറേ. സത്യ ഒട്ടംകളി കളിച്ച് നീ ബാലിന് പണി കൊടുത്തു അല്ലേ? സത്യത്തിൽ എന്താ എനിക്കിഷ്ടായി. ഞാൻ തൊള്ളേന്നൊരു വാക്ക് വീണോ സ്പോട്ടിൽ പന്തളയും. മച്ചാനെ അത് കളിക്കിട്ടോ, പെർഫെക്റ്റ്. ഓക്കെ നീ തെളിയിച്ചോ മോനെ. ഇവിടെ ജില്ലാ ജയിലാണ് ഉൾക്കൊള്ളാന്ന് പൊളിച്ചിറക്കുന്നുണ്ട് ഞാൻ. ഇവനെപ്പോഴും ഒരു നോട്ടത്തിലുണ്ടാവട്ടാ. അത് ഞാൻ നോക്കിക്കോളാം. പേടിക്കാനൊന്നുമില്ല, ബാലിനെ ഒറ്റയ്ക്കൊരു സെല്ലിലാക്കി. അപ്പൊ ഞങ്ങള് പാവങ്ങളല്ലേ? നിങ്ങളൊക്കെ പാവങ്ങളാ, ഞാൻ മാത്രമുള്ളൂ ദുഷ്ടൻ. ഓക്കെ. താനിക്ക് വന്നു. എന്താ സാറേ? ഈ കുട്ടിക്ക് താൻ മാത്രമേ ഉള്ളൂ, അതോർത്തോണം. ഇങ്ങനെയുള്ള കേസിൽ പെട്ട എന്നും ഒരു നോട്ടപ്പുള്ളിയാവും. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തിയിലും സംസാരത്തിലും ഒരു സൂക്ഷ്മത വേണം. ഇനി എന്റെ ശബ്ദം പുറത്ത് കേൾക്കില്ല സാറേ. രാവിലെ എവിടെ പോയി? ഒരു കുപ്പി വാങ്ങിക്കാൻ പോയതാ. 1-ാം തീയതി അറിഞ്ഞില്ലടാ. ഇതൊക്കെ അത്യാവശ്യ കാര്യമില്ല മനുഷ്യന്. നടക്കാൻ പാടുണ്ടോ? വണ്ടി നിർത്തടാ. നിങ്ങളെന്തേ കാണിക്കുന്നത്? എന്തേട്ടാ ഇത്? വണ്ടി നിർത്തണം. എന്താ തോമസ് ഏട്ടാ പ്രശ്നം എന്താ? നിന്നെ പോലത്തെ രാജ്യദ്രോഹിക്കൊപ്പം യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വിശ്വാസത്തിൽ യാത്ര ചെയ്യേണ്ട തയ്യാറെങ്കോ. പണ്ട് കിടക്കുന്ന സ്ഫോടനം മറന്നുപോയാ? എന്റെ കയ്യിൽ വല്ല ബോംബിടുന്ന എങ്ങനെയാണ്? എന്താ പെണ്ണുപിള്ളടുത്ത് അടിക്കുന്നുണ്ട്? എന്റെ സത്യ, നീ ബസ്സിനകത്ത് കയറിയ വേറെ ആരും ബസ്സിൽ കയറില്ല. ഡ്രൈവ് ചെയ്ത് നമ്മളെ വയറ്റ് തിരിക്കല്ലേ? ഒന്നറിയിപ്പോ ഇറങ്ങട്ടെ സത്യ വേഗം. ആശുപത്രി പോയി വരട്ടടാ തെണ്ടി. എടാ ഭീകരവാദി, എടുത്തോളാടാ നിന്നെ. ഇന്നലത്തെ മഴയിൽ വെള്ളം നന്നായി കലങ്ങിണ്ട് കേട്ടോ. നമ്മുടെ വാട്ടർ കണക്ഷന്റെ കാര്യമൊന്നും ആയില്ലേ? പല വഴിയും ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് കണക്ഷൻ തരാൻ ഒരു വഴിയില്ലെന്ന് അവര് പറയണത്. ഇനി വേറെ വല്ല വഴി നോക്കാം. വെള്ളം കേക്കണടാ. നിനക്കാരടാ പുല്ല എന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള അധികാരം തന്നത്? ഹൈ, ഞാൻ പിന്നെ എവിടെ പോയി വെള്ളം കോരാനാ? നീ വേറെ ആരുടെയെങ്കിലും കെട്ടിപ്പോയി കോരടാ. എന്റെ പറക്കിച്ച ഈ വീടിന്റെ പരിസരത്തുള്ള വീടുകളിലെ കിണറ്റിൽ മുഴുവൻ ഉപ്പുള്ള ഉപ്പായിരിക്കൂടാ. എന്താടാ എന്റെ കിണറ്റിൽ മാത്രം ഉപ്പില്ലാത്തത്? ഇതില് പാറയടാ പാറ. ഞാൻ എത്ര കോല് താത്തിട്ടാണ് ഈ പാറ കണ്ടതെന്ന് നിനക്കറിയാമോ? അതിൽ നിന്ന് വരണ തെളിനീര് നീ അങ്ങനെ എന്ത് തോന്നിയ അതെടുക്കരുത്. ഞാൻ കുളിക്കാൻ കുളിക്കണ്ടടാ. അതിന്റെ ഉപ്പും പെരട്ടി വെയിലത്ത് വെച്ച് ഉണക്ക്. നീ മനുഷ്യനെ കൊണ്ട് ഞാൻ കഴുകിത്തരാടി. പാറയെത്തി. കണക്കിന് പോണല്ലോ ഒരു ആംബുലൻസ് വാങ്ങുന്ന ലാഭം. പറഞ്ഞു ഇപ്പൊ ഒരു തവളയെ പോലെ തന്നെ ആയി.
ദേ വർക്കിച്ച് വന്നിട്ടുണ്ട് പഴയതിലും വലിയൊരു കെട്ടായിട്ട്. ഓ വന്നാ നീ ഈ കിണറ്റിന്ന് തന്നെ വെള്ളം കോരിയാ മതി. അയാൾ തടസ്സപ്പെടുത്താൻ വന്നാ നേരെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. അതെ ഇതൊക്കെ പോലീസുകാരെ അറിയിച്ച വല്ല പ്രശ്നമാവും. നീ എന്തിനെങ്ങനെ പേടിക്കണേ? നമ്മളുള്ള കാര്യമല്ലേ പറയണത്. ഞാൻ ഈ പോണ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബോംബെക്ക് താമസം മാറ്റും. വെറുതെ എന്തിനാ ഈ ചുമ്മമാരുടെ ഇടക്കിടന്ന് നമ്മൾ കോമാളിയാവണത്? അവിടെ ചെന്ന് കച്ചവടം ചെയ്യാനൊക്കെ കുറെ കാശ് വേണ്ടേ? ഇത് അത്ര വലിയ കടയൊന്നുമല്ല. പിന്നെ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. സാധനങ്ങൾ ക്രെഡിറ്റ് വരും. വിൽക്കണ അനുസരിച്ച് കാശ് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ വീടും കടയൊക്കെ വിൽക്കാനായിട്ട് ദിനേശിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇനി പുതിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ബോംബെ അല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം മുझे हिंदी नहीं मालूम. मुंबई की कहानी रे करने के भी दो चार बहाने तू आने दे थोड़ी हवा को तू लगने दे मुंह पे ये मुंबई है महंगी है मस्ती पर सस्ती भी मिलती है क्यों बे शाना तो बनना ही बनता है अबे ये खुशबू है बोलता की बू है पागल है क्या दिमाग से घायल है क्या टूटी हुई तू पायल है क्या बोल. हाँ भाई साहब अब ठीक है. बहुत बढ़िया सर, हम आप ही के इंतजार में थे. देख लीजिए सर. पता है ना सर जी ये दुकान माल समेत ही बेचना है. हाँ, सब? देखिए ना. जी हाँ धन्यवाद. चलिए आइए. एक मिनट. ഹലോ. ആ സാറേ. താങ്കൾ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഈ മുംബൈയിൽ ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നാ. എന്താ സാറേ? ഈ പ്രസിഡന്റ് ബോംബെയിൽ വരുന്ന സമയത്ത് തന്നെ താങ്കൾ എന്തിനാ ബോംബെ പോയത്? അയ്യോ പ്രസിഡന്റ് മുംബൈക്ക് വരണുണ്ടോ? யார் நீ எங்க இருந்து வந்திருக்க? ജയിലിൽ. ஜெயிலா? என்ன கன்லாம் வச்சிருக்கியா? இல்ல, அது வயர், வயர். வயரா? என்ன பேக்? ஓபன் സ്വന്തം ஓபன். भाई साहब इधर साहब ये कौन என்னடா भाई साहब? साहब ओपन பண்ணு. ए यांगो. अरे यार क्या कर रहा तू? இதான் உன் பிரச்சனை. இவன் ஜெயில இருந்து வந்திருக்கான். போலீஸ்காரன் வயர் வச்சிருக்கானா இல்லையான்னு உனக்கு எப்படி தெரியும்? तेरे को जब चुना पूछा तेरे को तू पुलिस वाला है कौन है पूछा क्यों क्योंकि तेरे अंदर मैंने फायर देखा और ये तो पूरा फायर का इंजन है. चल டேய் देखो कॉमरेड्स, मैं किसको लाया हूँ? क्या सत्या भाई? अरे तो अपना जेल वाला वीडियो है भाई. क्या सत्या भाई? मस्त एकदम. वेलकम टू कंपनी. बैग रख. ಇದು ಕಣ್ಣಿಲ್ಲ ಮನುಷ್ಯರು ಪುರುಕಲಿ ಪೋಲೆയാണ് ഇവിടെ ജീവിക്കുന്നത്. നീയും ഞാനും അതിൽപ്പെട്ടതാ. और हमारा खून चूसकर रहते हैं वहां टावर में बिग शॉट्स पॉलिटिशियंस वो वहां और हम यहाँ चुन चुन कर मारेंगे किसको. दादा ഇതിൽ നിന്നെ ഡൽഹിയിൽ ചോദ്യം ചെയ്ത ഓഫീസറുണ്ട്. देख ये भाई साहब ये आदमी है, ये आदमी. ഇയാളാണ് എന്നെ ചോദ്യം ചെയ്തതും ജയിലടക്കാൻ തീരുമാനിച്ചതും. അന്ന് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ. ഇയാൾ തന്നെ. Nambiar from Delhi. He's our enemy number 1. അവൻ നേരിട്ട് ഇനിഞ്ഞ കളി. നമ്മുടെ സഹോദരന്മാരിൽ 1-2 പേരെ ഇവൻ പിടിച്ചിട്ടുണ്ട്. അവർ പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല. ചിലപ്പോ കൊന്നു തള്ളിക്കാണും. അതുപോലെ നിന്നെയും കൊല്ലും. ഇവിടെ ചാവണോ കൊല്ലണോ എന്നെ തീരുമാനിക്കേണ്ടത് നീയാണ്. ആ ഓഫീസർ ഇനിയും നിന്നെ തേടി വരും. വരുമ്പോൾ നീ എന്നെ അറിയിക്കണം. നിന്നെ ഞങ്ങൾ സഹായിക്കും. നിന്റെ സഹായം തിരിച്ചും വേണം. ഫോൺ. പിന്നെ ഇതിലൊരു നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്.
അതിൽ മാത്രമേ വിളിക്കാവൂ. മറ്റാരെയും ഈ ഫോണിൽ നിന്നും വിളിക്കരുത്. റക്ക്. അവനാണ് സാധനോട്ടോ. അവനാണ്. നമസ്കാരം. സത്യം കൊണ്ടേ. ഓ, എങ്ങനെയുണ്ടായിരുന്നു ബോംബെ യാത്ര? ഹാ, അടിപൊളി യാത്രയായിരുന്നു സാർ. ആ യാത്രയെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ട് സാറങ്ങൾ ചെല്ലാൻ പറഞ്ഞു. യാത്ര വിവരണം ഞാനൊരു പേപ്പറിലേക്ക് അയച്ചു തന്നാലോ? വേണ്ട, നേരിട്ട് തന്നെ വന്ന് സംസാരിച്ചാൽ മതി. വെർബലി. മുംബൈയില് ഞാനൊരു ഷോപ്പ് നോക്കി പോയതാണ് സാറേ. ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ മൊത്തം മുംബൈക്ക് താമസം മാറ്റാന്ന് വിചാരിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യനാഥൻ എങ്ങോട്ടാ പോയത്? ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു സാറേ. അല്ലല്ലോ, സത്യനാഥന്റെ ഫോൺ നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യനാഥൻ ഒരു കോളനിയിൽ പോയിട്ടുണ്ട്, ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി. അവിടെ ഒരു ക്രിമിനൽ സംഘം ഉണ്ടെന്നും, സംഘം എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സംഘടന ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ സംശയിക്കുന്നത്. സത്യനാഥൻ എന്തിനാ അവിടെ പോയത്? ഒരു വീട് വാടകയ്ക്ക് നോക്കി പോയതാ സാർ. വീട് നോക്കി പോയത്? അതെ സാർ. ഞാനിവിടുന്ന് മുംബൈക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും ഭാര്യയ്ക്കും താമസിക്കാൻ ഒരു വീട് വേണമല്ലോ, അത് നോക്കി പോയതാ സാർ. സത്യനാഥന് എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ. നേരത്തെ ആലോചിച്ചുറപ്പിച്ചതുപോലെ സാധാരണ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് ഇത്ര കൃത്യമായി ഉണ്ടാക്കി പറയാം, ഒരു തപ്പലും ഇല്ലാതെ. ഇനി ഞാൻ തപ്പിക്കോളാം സാർ. അവിടെ വീട് വാടകയ്ക്കണമെന്ന് എന്നോട് ആരാ പറഞ്ഞേ? അത് പിന്നെ ഈ എന്റെ ഓർമ്മയിൽ തപ്പാണ്ട് കാര്യം പറ. എന്റെ പൊന്നു സാറേ, എന്റെ കൂടെ ജയിലിൽ കിടന്ന ഒരു ബ്രോക്കറാണ് പറഞ്ഞ അവിടെ വീട് വാടക കൊടുക്കാനുണ്ടെന്ന്. ഞാൻ ഇറങ്ങണതിന് മുമ്പ് അയാളെ ഇറങ്ങി. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അയാൾ പുറത്ത് കാറുമായിട്ട് കാത്തിപ്പെട്ടായിരുന്നു. അയാളെ എന്നെ അവിടെ കൊണ്ടുപോയതും വീട് കാണിച്ചു തന്നു. താ പറയണൊക്കെ സത്യമാണല്ലോ? സത്യമാണ് സാറേ. എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാ പോലീസിനോട് കള്ളം പറഞ്ഞത്? എടി, മറ്റവര് തോക്കും ബോംബൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരെ കുറിച്ച് ഇവരോട് വല്ലതും പറഞ്ഞാൽ അത് ഇതിനേക്കാൾ പ്രശ്നമാവും. നമ്മൾ ആരെയും കണ്ടിട്ടില്ല, നമുക്കൊന്നും അറിയേയില്ല. എന്തിനാ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോകുന്നത്? ഹൈ, ഞാൻ പോണതാണോ? ഓരോരുത്തന്മാരെ ഒന്നിനെ കൊണ്ടുപോകുന്നല്ലേ? മുതലാളി പറഞ്ഞ പോലെ ആസിഡ് കരിപ്പരുന്ന് കുപ്പിച്ചില്ലൊക്കെ എടുത്തു കളഞ്ഞു. ഇനി പഴയതുപോലെ ആക്കാൻ എന്ത്? ഒന്നും പഴയതാക്കണ്ട. പുതിയതുപോലെ അങ്ങോട്ട് വിറ്റാ മതി. ഇല്ലെങ്കിൽ നമ്മളകത്ത് കിടന്ന് പഴയതാവും. ഇതാവുമ്പോ മനസമാധാനം ഉണ്ടല്ലോ. നീ എന്തായി കാണിക്കുന്നേ? എന്നാ മര്യാദകടാ സാറേ കാണിക്കുന്നത്? വേലി കെട്ടുന്നതാണോ മര്യാദകേട്? എന്റെ കിണറ്റിന്റെ കുറുകെ വന്ന് വേലി കെട്ടാൻ ഞാൻ സമ്മതിക്കുകയല്ല. എടോ, ഇത് കോടതി ഉത്തരവും പ്രകാരമാണ് വേലി കെട്ടുന്നത്. പിന്നെ ആധാരപ്രകാരം പകുതി ഈ പറമ്പിലല്ലേ? ആധാരപ്രകാരം പകുതി ഈ പറമ്പിലാണല്ലോ. ഞാൻ ഈ കണ്ടി ചാടി ചാകാൻ പോവുക. വിടാനാ പറഞ്ഞത്? ഞാൻ എന്റെ കണ്ടി ചാടി ചാകാൻ പോകുക. ഹലോ, എന്തൊരു കഷ്ടമാന്ന് പറ. ഭയങ്കര കഷ്ടം. ഇവിടെ പറഞ്ഞതാ. എന്നാലും എന്റെ സൂസ, നീ കാണിച്ചോട്ട് ശരിയായില്ല. ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടേ? കുടിപ്പിക്കലടി, ഒരു തുള്ളി വെള്ളം കുടിപ്പിക്കല. എന്റെ അതിർത്തി കാത്തോളം പകുതി കിണറുണ്ടല്ലോ, അത് ഞാൻ കക്കൂസാക്കും. നീയൊക്കെ വെള്ളം കുടിക്കുന്ന എനിക്കൊന്ന് കാണണം. അപ്പച്ചനാ. ആ, ഒന്ന് വേഗം കെട്ടി തീർക്കടോ. എന്റെ മോളിങ്ങി പോലെ അപ്പച്ചനും അമ്മച്ചി എല്ലാം മറക്കാം, ഒരു പ്രശ്നവുമില്ല. അവനാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ജയിലും നിറഞ്ഞു നടക്കുക. അപ്പച്ച, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അന്ന് മുംബൈ വെച്ച് അറിയാണ്ട് പെട്ടുപോയതാ. 4-5 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാം തീർന്നു. മോളെ, ഒന്നും തീർന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ടിവിയിൽ കണ്ടതേ ഉള്ളൂ. പ്രസിഡന്റ് വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട് ഇത്രേ. വൈദ്യരുടെ ചികിത്സയിൽ ഗണ്യമായ പുരോഗതി കണ്ടതിനെ തുടർന്നാണ് അദ്ദേഹം പത്നിയുമായി വീണ്ടും നമ്മുടെ നാട്ടിൽ എത്തുന്നത്. ആയുർവേദ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് ഇത് സഹായകരമാകുമെന്ന് പല പ്രമുഖരും വിലയിരുത്തുന്നു. നമ്മുടെ കൊച്ചു കേരളം രാഷ്ട്രപതിയെ വരവേൽക്കാൻ വീണ്ടും ഒരുങ്ങുകയാണ്. വിഷമിക്കണ്ട, പ്രസിഡന്റ് അപ്പോ വരുവേ. നമസ്കാരം സാറേ. ഇവിടെ വഴി അടച്ചോണ്ടേ തോട് ചാടിക്കിടന്ന് വേണം വരാൻ. അതുകൊണ്ട് നേരത്തെ വന്നത്. കുറച്ചുകൂടി വൈകിയെങ്കിൽ സ്റ്റേഷനിലേക്ക് വന്നു. എന്നാ പിന്നെ ഇറങ്ങാല്ലേ? പോയി കയറ്. അവനെ കൊണ്ടുപോകല്ലേ സാറേ, അവനെ കൊണ്ടുപോകല്ലേ സാറേ. ഇയാളുടെ മനസ്സ് മാറിയ. കൊണ്ടുപോകല്ലേ സാറേ, കൊണ്ടുപോകല്ലേ. ഞാൻ ഒന്ന് കണ്ടോട്ടെ. അയ്യോ സാറേ, വിലങ്ങ് വെക്കുന്നില്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു കയറങ്ങിലിട്ടൊന്ന് കെട്ടായിരുന്നു. ഇതിപ്പോ എന്നാത്തിനാ സാറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്? സ്ഥിരമായിട്ട് അവിടെ അങ്ങ് താമസിപ്പിച്ചോ?